അശ്വിൻ്റെ വീട്ടിൽ ലാവണ്യ വന്ന കാര്യമൊക്കെ നാട്ടുകാരിൽ കുറച്ച് പേര് അറിഞ്ഞു കേട്ടോ. അപ്പോൾ രണ്ട് സ്ത്രീകൾ വന്നിട്ട് അശ്വിൻ്റെ വീട്ടിൽ വന്നിട്ട് സുഭദ്രാമ്മേനോട് ചോദിക്കുകയാണ്, അല്ല സുഭദ്രാമ്മയുടെ ചെറിയ മരുമക്കളായിട്ട് ഒരു കുട്ടി ഇവിടെ വന്ന് താമസിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞു. അവൾ അശ്വിൻ മോന് വേണ്ടിയിട്ട് തിരുവാതിര വ്രതമൊക്കെ എടുത്തെന്ന് കേട്ടു. അതിലെന്തെങ്കിലും സത്യമൊക്കെ ഉണ്ടോ സുഭദ്രാമ്മേ? സുഭദ്രാമ്മയും വീട്ടിലുള്ളവരപ്പോൾ ഒന്നും മിണ്ടാതെ ഇരിക്കുവാണ് കേട്ടോ. നാട്ടുമര്യാദ വിട്ടിട്ട് സുഭദ്രാമ്മയുടെ വീട്ടിലൊന്നും നടക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും നാട്ടുകാരെന്ന നിലയിൽ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടി ഇവിടെ വന്ന് താമസിപ്പിക്കുന്നതും അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ മറ്റുള്ള പെൺപിള്ളേരുണ്ടല്ലോ, നമ്മളായിട്ട് ഒരു രീതി തുടങ്ങുന്നത് ശരിയല്ലല്ലോ. പിന്നെ അവരുടെ കാര്യം പറയണ്ടല്ലോ. ഇതെല്ലാം കേട്ടിട്ട് എന്ത് പറയണമെന്ന് അറിയാതിരിക്കുകയാണ് സുഭദ്രാമ്മ. അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിനെയും പ്രീതിനെയാണ് കേട്ടോ. ശ്രുതി ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ പ്രീതി ചോദിക്കുകയാണ്, ശ്രുതി നിനക്ക് എന്താ പറ്റിയത്? നീ എന്താ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്? വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അപ്പോൾ ശ്രുതി പറയാണ്, വാ ചേച്ചി നമുക്ക് പോവാം. പോവാന്നോ? നീ എന്തേ പറയുന്നത്? ഇപ്പോൾ വന്നു കയറിയല്ലേ ഉള്ളൂ. അപ്പോൾ ശ്രുതി പറയാണ്, നമുക്ക് നാട്ടിലേക്ക് പോവാം ചേച്ചി, എനിക്കിവിടെ മതിയായി. എന്താ മോളെ, എന്താ സംഭവിച്ചത്? ഓഫീസിൽ പിന്നെയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നീ അയാളെ കണ്ടോ? എന്താണെന്ന് വെച്ചൊന്ന് തെളിച്ച് പറ. എന്നിട്ട് പ്രീതി ചോദിക്കണേ, ഫോണിൽ വിളിച്ചിട്ട് നീ എന്തെടുക്കാതിരുന്നേ? അപ്പോൾ ശ്രുതി പറയാണ്, ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പോയി ചേച്ചി. അങ്ങനെ ഫോൺ പോയ കാര്യമൊക്കെ ശ്രുതി ആലോചിക്കുകയാണ് കേട്ടോ. അശ്വിൻ ഫോൺ വാങ്ങി എറിഞ്ഞതും ഓഫീസിലുണ്ടായ കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രീതി ചോദിക്കുന്നുണ്ട്, ശ്രുതി പറ എന്താ ഉണ്ടായേ? പക്ഷെ ശ്രുതി അതൊന്നും പറയുന്നില്ല കേട്ടോ പ്രീതിനോട്. നമുക്ക് പോവാം, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം, എനിക്കിവിടെ മതിയായി, ഇനി ഒരു ദിവസം കൂടി എനിക്കിവിടെ നിൽക്കണമെന്നില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് നാട്ടിലേക്ക് പോകാൻ ചേച്ചി എന്നൊക്കെ പറയാൻ കേട്ടോ ശ്രുതി. അടുത്ത സീനിൽ കാണിക്കുന്നത് വീണ്ടും സുഭദ്രാമ്മയുടെ വീട്ടിൽ ആ സ്ത്രീകൾ വന്നിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ. കല്യാണത്തിന് മുമ്പ് ആ കുട്ടി വീട്ടിൽ വന്ന് താമസിക്കാൻ സുഭദ്രാമ്മ എന്തായാലും സമ്മതിക്കരുതെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ശ്യാം പറയാണ്, അല്ല ചേച്ചിമാരെ, ഞങ്ങളൊരു കാര്യം പറയട്ടെ, നിങ്ങൾ വിചാരിക്കും പോലെ മുത്തശ്ശിക്ക് വരവരായികൾ അറിയാത്തത് കൊണ്ടല്ല, പിന്നെ എന്തിനാ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതാണ് ഞങ്ങളുടെ മുത്തശ്ശിയുടെ മനസ്സ്. ഇക്കാലത്തിനൊത്തും ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സിനൊത്തും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മുത്തശ്ശിക്ക് കഴിയും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ കുട്ടിയുടെ കുറച്ച് ദിവസം താമസിക്കുന്നത് കൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ആ സ്ത്രീകൾ പറയാണ്, അതൊന്നും ഇല്ലായിരിക്കും, പക്ഷെ അതൊന്നും നാട്ടുനടപ്പല്ലല്ലോ. ഈ നാട്ടിലെ മറ്റേതെങ്കിലും വീട്ടിൽ ഇങ്ങനൊരു സംഭവം നടന്നാൽ എന്തായിരിക്കും? അപ്പോൾ ശ്യാംപരയുടെ എന്ത് നടക്കാൻ? ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് മനോരമ പറയുകയാണ് ശ്യാമിനോട്, കേട്ടോ ശ്യാമേ, ഈ ഇരിക്കുന്ന രചന ചേച്ചിയുടെ കാര്യം അറിയോ? ഇവർക്കൊരു മോനേ ഉള്ളൂ. ഭർത്താവ് മരിച്ച ശേഷം ഇവരും ബന്ധുക്കളെല്ലാവരും നിർബന്ധിച്ച് വേറെ കല്യാണം കഴിക്കും. പക്ഷേ ഇനിയുള്ള ലൈഫ് സണ്ണിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് ആ ചെറുക്കനെ ഹെഡിലും വെക്കാതെ നിലത്തും വെക്കാതെ കൊണ്ട് നടന്ന് വളർത്തിയതാ. ലാസ്റ്റ് ഒടുക്കം ഫൈനൽ എന്ത് സംഭവിച്ചു എന്നറിയോ? എൻജിനീയറിങ് പഠിക്കാൻ പോയ ചെറുക്കനെ ഒരു തമിഴത്ത് പിന്നായിട്ട് ഒടുക്കത്തെ പ്രേമം. അത് ആ പെണ്ണാണെങ്കിൽ ചെറുക്കനേക്കാളും 3-4 വയസ്സ് മൂത്തതും എന്ന് പറഞ്ഞ് മനോരമ ചിരിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട് ആ വന്ന് സ്ത്രീകളിങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കി ഇരിക്കുക, എന്ത് പറയണമെന്നറിയാതെ. എന്നിട്ട് പറയുകയാണ്, രജനി ചേച്ചിയാണ് ഈ ചെറുക്കനെ എടുത്ത് ഗുണദേശിച്ചൊക്കെ നോക്കി, എവിടെ നിന്ന് ഒടുക്കം രജനി ചേച്ചിക്ക് കല്യാണത്തിന് സമ്മതിക്കേണ്ടി വരുന്നു. അപ്പോൾ രജനി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മനോരമ പറയാം, ഇപ്പം മയം ഏതാ, മരുമോൾ ഏതാ, മോൾ ഏതാന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ കിടന്ന് വരിക അല്ലേ രജനി ചേച്ചി എന്ന് പറഞ്ഞ് ചിരിക്കുക. രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അവർ പോയി കഴിഞ്ഞപ്പോൾ ശ്യാമ പറയാണ്, മനോരമേൻ്റെ ഈ സീനിലെ ശരിക്കും ഹീറോയിൻ ആരാണെന്ന് അറിയാമോ? അത് മനോരമേൻ്റെ തന്നെയാണ്. പാലിൽ തീ പിടിച്ച പോലെയല്ലേ രണ്ടുപേരും കൂടി ഓടിപ്പോയത്? അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി. ഇത് കണ്ട് ഗമയിലിരിക്കണം കേട്ടോ മനോരമ. അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിനെയാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ കൃഷ്ണ വിഗ്രഹവും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പ്രീതി അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രുതിനോട് ചോദിക്കുകയാണ്, എന്താ ശ്രുതി നിനക്ക് പറ്റിയത്? നീ അതേക്കുറിച്ചൊന്നും പറയില്ലെന്നാണോ? എന്താ പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ കാരണം? എന്തെങ്കിലും കുഴപ്പമുണ്ടായോ മോളെ? അപ്പോൾ ശ്രുതി പറയണ, ഒരു കുഴപ്പമില്ല ചേച്ചി, ഇനിയിപ്പോൾ നമ്മളിവിടെ തുടർന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ നാട് എനിക്ക് അത്രയ്ക്ക് വെറുത്തുപോയി. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകാം ചേച്ചി. പ്രീതി ഇതൊക്കെ കേട്ടിട്ട് അന്തളിച്ചിങ്ങനെ നിൽക്കോട്ടെ കേട്ടോ. അപ്പം അമ്മായി വരുവാണ്, എൻ്റെ കൃഷ്ണ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ശ്രുതി മോളെ നീ എന്താ പറയുന്നത്? നാട്ടിലേക്ക് തിരിച്ചു പോവാണെന്നോ? എന്താ ഇപ്പം ഇങ്ങനെ? അപ്പോൾ ശ്രുതി പറയുന്നത്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അമ്മായി, എന്നാലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇത്രയും നാളുകളായില്ലേ, ഇനിയും ഇവിടെ അച്ഛനും അമ്മയും പിരിഞ്ഞു നിൽക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. തന്നെയുമല്ല ഞങ്ങളുടെ ഇവിടെ കൊണ്ട് അമ്മായിക്കൊരു ബുദ്ധിമുട്ടല്ലേ?
അപ്പോൾ അമ്മായി പറയാണ്, ഓഹോ എൻ്റെ ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്. നിങ്ങളിവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലെന്ന് മാത്രമല്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നിട്ട് അമ്മായി ഓരോന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രുതി പറയാണ്, അത് ശരിയല്ല അമ്മായി, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് എൻ്റെ മനസ്സ് പറയാം. ചേച്ചി നമുക്ക് പോവാം, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ നാട്ടിലെത്തി കൊള്ളാവുന്നുണ്ട്. ആ ഫോൺ ഇങ്ങോട്ട് തന്നെ അമ്മായി എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിക്കുകയാണ് കേട്ടോ. ശ്രുതി ഫോൺ വാങ്ങി ട്രാവൽ ഏജൻസിയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പ്രീതി ഒന്നും മിണ്ടാതെ ഇതെല്ലാം നോക്കി നിൽക്കുവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്യാമിനെയാണ് കേട്ടോ. ശ്യാം ഇങ്ങനെ പറയുകയാണ്, മനോരമേൻ്റെ നല്ല മറുപടിയാണ് ഫ്രണ്ട്സിന് കൊടുക്കുന്നത്. എനിക്ക് നന്നായിട്ട് ബോധിപ്പിച്ചു, നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വരുന്നവരുടെ അടുത്ത് ഇങ്ങനെ വേണം പ്രതികരിക്കാൻ. അപ്പോൾ മനോരമ പറയാണ്, അതെനിക്കറിയില്ല മോനെ, കാര്യം ഞാൻ എൻ്റെ അമ്മായിമ്മയും തമ്മിൽ അങ്ങോട്ടേക്കും വഴക്കൊക്കെ ഉണ്ടാക്കും. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഞങ്ങൾ ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കൊന്നുമില്ല. നമ്മുടെ ഫാമിലിയെക്കുറിച്ച് ആരധിക്ഷേപിച്ച് സംസാരിച്ചാലും അതിന് എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിലും ഞാനായിരിക്കും ഫസ്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ ഞാൻ ഒരെണ്ണത്തിനെന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ട് ചിരിക്കുകയാണ് സുഭദ്രാമ്മ. എന്നിട്ട് സുഭദ്രാമ്മ പറയാണ്, അതൊക്കെ ശരി തന്നെ, നിൻ്റെ ആത്മാർത്ഥത ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവർ പറഞ്ഞതിലും ചെറിയ കാര്യമില്ലാത്തില്ലല്ലോ. അപ്പം മനോരമ പറയാണ്, എന്ത് കാര്യം, അതിലൊരു കാര്യമില്ല, അവർ വെറുതെ കൊതിയെന്നുണയെന്ന് മാത്രമേ പറയുള്ളൂ. സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും ചത്താലും വേണ്ടില്ല, അന്യൻ്റെ കുടുംബത്തിലെ അമ്മായിമ്മ എവിടെ പോയെന്നുള്ള വിചാരമാണ് അവർക്കെന്നൊക്കെ പറയണം കേട്ടോ. പക്ഷെ ഞാൻ പറയണേ, എന്തായാലും ആൻറ്റി അതിന് തക്ക മറുപടി കൊടുത്തല്ലോ, അതുകൊണ്ട് ഞാനും അതോർത്ത് സങ്കടപ്പെടേണ്ട. അപ്പോഴും പിന്നെയും സുഭദ്രാമി പറയാം കേട്ടോ, എന്നാലും വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് താമസിക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അപ്പോൾ ശ്യാം പറയാണ്, നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? മുത്തശ്ശി ചിന്തിക്കുന്നത് പോലെ നോക്കിക്കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞൻ ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണ്. പക്ഷെ അതിന് വലിയ തെറ്റാവില്ലേ നമ്മളോട് പിണങ്ങി കുഞ്ഞ് രാവണയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ? അപ്പോൾ മനോരമ പറയാണ്, അതെ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അയ്യേ, അതിൻ്റെ പിന്നാലെ ഈ കുടുംബത്തിലെ ആണൊരുത്തിന് ഇറങ്ങിപ്പോവാന്ന് വെച്ചാൽ നമുക്ക് അതിലിപ്പോൾ ഒരു നാണക്കേടുണ്ടോ? അപ്പോൾ ശ്യാം പറയാണ്, അതാ ഞാൻ പറഞ്ഞത്, മറിച്ച് ലാവണ്യ എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ നിൽക്കുന്നതെന്നല്ലേ ഉള്ളൂ, അതിന് വിവാഹമായിട്ട് കണക്ട് ചെയ്യാൻ പോകണ്ട, വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി ഇവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചേക്ക്. എന്നിട്ട് ശ്യാം പറയാണ്, എന്തായാലും കുഞ്ഞിനും ലാവണ്യയും അതിന് വിട്ടൊന്നും നമ്മുടെ മുമ്പിലൊന്നും ചെയ്യില്ല, അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുകയും വേണ്ട. അപ്പോൾ ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ട് താമസിക്കുന്നതിൽ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഒരുങ്ങേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ഈസി ആയിട്ടൊരു പരിഹാരം കാണാവുന്നതല്ലേ ഉള്ളൂ. അടുത്ത സീനിൽ കാണിക്കുന്നത് കാറിൽ നിന്ന് ദേഷ്യപ്പെട്ട് ധൃതിയിൽ ഇറങ്ങി വരുന്ന അശ്വിനെയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് കാറിൽ നിന്ന് ദേഷ്യപ്പെട്ട് ധൃതിയിൽ ഇറങ്ങി വരുന്ന അശ്വിനെയാണ് കേട്ടോ. അപ്പോൾ അശ്വിനോട് ചേച്ചി അഞ്ജലി പറയുന്നുണ്ട്, എനിക്ക് കുഞ്ഞിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ അശ്വിൻ പറയുകയാണ്, എനിക്ക് കുറച്ച് ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ മനോരമ പറയാണ്, കണ്ടോ അവനോട് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അതിൻ്റെ അർത്ഥം നമ്മളൊന്നും വേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ശ്യാം പറയാണ്, എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അളിയൻ്റെ കാര്യം അളിയൻ പറഞ്ഞില്ലേ, ക്ഷീണം കൊണ്ടല്ലേ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടേന്നേ, അത് കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആവും എന്നൊക്കെ പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന അശ്വിൻ്റെ റൂമിൽ വന്നിട്ട് കോട്ടൊക്കെ വലിച്ച് ഊരുവാണ് കേട്ടോ. എന്നിട്ട് ബെഡിലിരുന്നിട്ട് ഇങ്ങനെ ശ്രുതിയെ പറ്റി അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിൽ ശ്രുതി വന്നതും ശ്രുതിനെ കണ്ടതും അങ്ങനെ ഓരോന്ന് ആലോചിച്ച് അശ്വിൻ ബെഡിലേക്ക് എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന ശ്രുതിനെ ആട്ടോ. ശ്രുതിയും ഇതുപോലെ കൃഷ്ണ വിഗ്രഹം കയ്യിൽ പിടിച്ചിട്ട് കൃഷ്ണനോട് പറയാണ്, എന്താ എന്നെ നോക്കുന്നേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നാണോ? എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ, ഞാനിപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്, നാട്ടിലേക്ക് പോവല്ലേ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക്, എൻ്റെ പ്രിയപ്പെട്ട സ്ഥലത്തേക്ക്, പിന്നെ ഞാനെന്തിനാ സങ്കടപ്പെടുന്നേ അല്ലേ? ഇതെല്ലാം പറയുന്നതിനിടയിൽ ശ്രുതി ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണ്ടേ, എന്തിനാ സങ്കടം, അമ്മായിനെ ഓർത്തിട്ടാണോ? എന്തിനാ അമ്മായിനെ ഓർത്ത് സങ്കടപ്പെടുന്നത്? പിന്നെ ആരാ എനിക്ക് നാട്ടിലുള്ളത്, എനിക്ക് ആരുമില്ലേ നാട്ടിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയണുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് കിടന്നുറങ്ങുന്ന അശ്വിനെയാണ്. അശ്വിനെ ഇങ്ങനെ സ്വപ്നം കാണുവാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ നാട്ടിൽ നിന്ന് പോവാമെന്ന് പറഞ്ഞതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ അശ്വിൻ. ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം, എന്നെ കാണുന്നത് നിങ്ങൾക്ക് അറപ്പും വെറുപ്പാണെന്നല്ലേ പറഞ്ഞത്, ഇനി അങ്ങനെ ബുദ്ധിമുട്ടണ്ട, നിങ്ങളുടെ മുന്നിൽ നിന്നല്ലേ, നാട്ടിൽ നിന്ന് തന്നെ ഞാൻ പോവാമെന്നൊക്കെ ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുവാണ് കേട്ടോ അശ്വിൻ. എന്നിട്ട് ഞെട്ടി എണീച്ചിട്ട് ഇങ്ങനെ അശ്വിൻ പറയാണ്, ശ്രുതി നീ പോവരുത്, നോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ചെടി നനയ്ക്കുന്ന അശ്വിനെയാണ്. അശ്വിനി ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയാണ്, ഇല്ല, ഇതുവരെ ആരെക്കുറിച്ചും ആവശ്യത്തിലധികം ചിന്തിച്ചിട്ട് സമയം പാഴാക്കുന്ന ആളല്ല അശ്വിൻ.
ഞാനിങ്ങനെ ഇതുവരെ ഞാൻ ആരെയും കുറിച്ച് ഇതുപോലെ കാട് കയറി ചിന്തിച്ചിട്ടില്ല. അവൾ എവിടെയെങ്കിലും പോട്ടെ, എനിക്കെന്താ. ഇനി ഒരിക്കലും അവളെക്കുറിച്ച് ആലോചിച്ച് ഞാൻ എൻ്റെ വിലപ്പെട്ട സമയം പാഴാക്കില്ല. ഇനി മുതൽ ശ്രുതിലക്ഷ്മി വെറും ഒരു പേര് മാത്രമായിരിക്കും, വെറും പെണ്ണിൻ്റെ പേര്. ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വിൻ. അതുപോലെ തന്നെ ശ്രുതിയുടെ വീട്ടിലും ശ്രുതി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അടുക്കളയിൽ ജോലി ചെയ്യുവാണ് കേട്ടോ. ശ്രുതി വീഴാൻ പോയതും അശ്വിൻ ആ കൃഷ്ണവിഗ്രഹം താഴെ വീഴാതെ പിടിച്ചതും അവൾക്ക് കൃഷ്ണവിഗ്രഹം കൈമാറിയതും എല്ലാം ഇങ്ങനെ ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രീതി പറയേണ്ടത്, ശ്രുതി നീ ആ മസാലപ്പൊടി ഇങ്ങെടുത്തേ. പക്ഷെ ശ്രുതി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ശ്രുതി വേറൊരു ലോകത്താണ്.